എംപവറിംഗ് യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും കണ്ട് അതിനുശേഷം ഇത് കാണുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഇത് 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള 4 വീഡിയോസും കണ്ട് ഇത് കാണുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല 2ാം ഭാഗം. ഇന്ന് വെർബ് കം ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 3 ഫോംസ് വന്നിട്ട് കം, കെയിം, കം. ഇന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയിട്ട്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്, ആർ, ആം, അതിൻ്റെ കൂടെ ING ഫോമും വരും. ഇവിടെ നോക്ക്, ഐ ആം കമ്മിങ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ വരികയാണ്. ഐ ആം കമ്മിങ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വരികയാണ്. അല്ലെങ്കിൽ ഐ ആം ഓൺ ദ വേ എന്ന് പറയാം. ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മീനിങ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഐ കം, ഞാൻ വരുന്നു. ഞാൻ വരുന്നു എന്നില്ലെങ്കിൽ ഐ ആം കമ്മിങ് എന്നും പറയും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണയായിട്ട് ദിവസവും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്, ഐ കം എന്ന് ഉപയോഗിക്കുന്നത്. ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കൂടുതലും ഐ ആം കമ്മിങ് എന്ന് പറയുന്നതാണ് നല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ദിവസവും ഫ്രൂട്ട്സ് തിന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവരി ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഐ ആം ഈറ്റിംഗ് ഫ്രൂട്ട്സ് എവരി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും തിന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ല. അതിന് ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവരി ഡേ എന്ന് പറയുന്നതാണ് ശരി. ഐ ഗോ ഫോർ വർക്ക് എവരി ഡേ. ഐ ആം ഗോയിങ് ഫോർ വർക്ക് എവരി ഡേ വരത്തില്ല. ഐ ഗോ ഫോർ വർക്ക് എവരി ഡേ. അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരുന്നു എന്നുള്ള മീനിങ് വരും. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്ക്. ആർ യു കമ്മിങ്? നീ വന്നുകൊണ്ടിരിക്കുകയാണോ? ആർ യു കമ്മിങ്? നീ വന്നുകൊണ്ടിരിക്കുകയാണോ? വൈ ആർ യു കമ്മിങ്? നീ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാണ് വരുന്നത്? ഹൗ ആർ യു കമ്മിങ്? നീ എങ്ങനെയാണ് വരുന്നത്? ഹൗ ആർ യു കമ്മിങ്? നീ എങ്ങനെയാണ് വരുന്നത്? വെൻ ആർ യു കമ്മിങ്? നീ നിങ്ങളെന്നും കേട്ടോ. നീ എന്ന് പറഞ്ഞ സിംഗുലർ. നമ്മളെ കാട്ടി ഏജ് ഞാൻ നീ എന്ന് പറഞ്ഞത് നമ്മുടെ കാട്ടി ഏജ് കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ നീന്ന് ആണ് ചിലപ്പോൾ പറയുക, നിങ്ങൾ എന്ന് പറയത്തില്ല. നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ വൈ ആർ യു കമ്മിങ്, നിങ്ങൾ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു കുട്ടിയോട് നമ്മൾ പറയില്ലല്ലോ, നീ എന്തിനാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഹൗ ആർ യു കമ്മിങ്, നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്. വെൻ ആർ യു കമ്മിങ്, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്. അടുത്തത് ഐ ആം നോട്ട് കമ്മിങ്, ഞാൻ വരുന്നില്ല. അപ്പോൾ അതിന് ചോദ്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആർൻ്റ് യു കമ്മിങ്, നിങ്ങൾ വരുന്നില്ലേ. ആർൻ്റ് യു കമ്മിങ്, നിങ്ങൾ വരുന്നില്ലേ. വൈ ആർൻ്റ് യു കമ്മിങ്, നിങ്ങൾ എന്താ വരുന്നില്ലേന്ന്, നിങ്ങൾ എന്തിനാ വരാത്തേന്ന്. വൈ ആർൻ്റ് യു കമ്മിങ്, നിങ്ങൾ എന്താ വരുന്നില്ലേന്ന്. ഇനി സിംഗുലറിൽ ഒരു എക്സാമ്പിൾ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഹീ ആണ് പറഞ്ഞത്, ഇപ്രാവശ്യം നമുക്ക് ഷീ എടുക്കാം. ഷീയിൽ വരുന്നത് ഷീ സിംഗുലർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഈസ് ആണ് വരുന്നത്. പ്ലൂറൽ ആണെങ്കിൽ ആർ വരും, സിംഗുലർ ആണെങ്കിൽ ഈസ് വരും. ഈസിൻ്റെ കൂടെ ING ഫോം വരും, വെർബിൻ്റെ കൂടെ ING വരും. നോക്ക്, ഷീ ഈസ് കമ്മിങ്, ഷീ ഈസ് ഓൺ ദ വേ, രണ്ടും പറയാം. അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാട്ടിയും ഇപ്പോൾ ഏജ് കുറവുള്ളവരാണെങ്കിൽ നമ്മൾ അവൾ എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും ഏജുള്ള നമ്മുടെ എൽഡർ സിസ്റ്റർ ഏജുള്ളവരാണെങ്കിൽ നമ്മൾ അവർ എന്ന് പറയും.
സിംഗുലറാണ്. സിംഗുലറിൽ നമ്മൾ അവർ എന്ന് പറയും മലയാളത്തിൽ. ഇവിടെ ഞാൻ അവൾ എന്ന് ഉപയോഗിച്ചു എന്നല്ലോ. അവൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അവൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ വരുന്നു. അതിനാണ് ഷീ ഈസ് കമ്മിങ് എന്ന് പറയുന്നത്. ഈസ് ഷീ കമ്മിങ്? അവൾ വന്നുകൊണ്ടിരിക്കുകയാണോ? അവൾ വരികയാണോ? അതിനാണ് ഈസ് ഷീ കമ്മിങ് എന്ന് പറയുന്നത്. അവർ വന്നുകൊണ്ടിരിക്കുകയാണോ? അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിൽ കുറച്ച് ഏജ് ഉള്ളവരാണ് അവർ എന്ന് പറയാം. പക്ഷെ അത് സിംഗുലറിലാണ്. ഇവിടെ അവൾ എന്ന് പറയാം നമുക്ക്. അവൾ വന്നുകൊണ്ടിരിക്കുകയാണോ? അവൾ വരികയാണോ? ഈസ് ഷീ കമ്മിങ്? വൈ ഈസ് ഷീ കമ്മിങ്? അവൾ എന്തിനാണ് വരുന്നത്? അല്ലെങ്കിൽ അവൾ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്? അത് രണ്ടും പറയാനും ഉപയോഗിക്കാം. വൈ ഈസ് ഷീ കമ്മിങ്? അവൾ എന്തിനാണ് വരുന്നത്? അവൾ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഇനി അടുത്തത് ഷീ ഈസ് ഇൻ കമ്മിങ്. അവൾ വരുന്നില്ല, അവൾ വന്നുകൊണ്ടിരിക്കുന്നില്ല. ഷീ ഈസ് ഇൻ കമ്മിങ്. അത് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് നോക്ക്. ഈസ് ഇൻ ഷീ കമ്മിങ്? അവൾ വരുന്നില്ലേ? ഈസ് ഇൻ ഷീ കമ്മിങ്? അവൾ വരുന്നില്ലേ, അല്ലെങ്കിൽ അവൾ വന്നുകൊണ്ടിരിക്കുന്നില്ലേ? വൈ ഈസ് ഇൻ ഷീ കമ്മിങ്? അവൾ എന്തിനാണ് വരുന്നില്ല? അവൾ എന്തുകൊണ്ട് വരുന്നില്ല? വൈ ഈസ് ഇൻ ഷീ കമ്മിങ്? അവൾ എന്തിനു വരുന്നില്ല? വെൻ ഈസ് ഷീ കമ്മിങ്? അവൾ എപ്പോഴാണ് വരുന്നത്? വെൻ ഈസ് ഷീ കമ്മിങ്? അവൾ എപ്പോഴാണ് വരുന്നത്? ഹൗ ഈസ് ഷീ കമ്മിങ്? അവൾ എങ്ങനെയാണ് വരുന്നത്? ഹൗ ഈസ് ഷീ കമ്മിങ്? അവൾ എങ്ങനെയാണ് വരുന്നത്? ഇനി ഒരു പ്ലൂറൽ ഫോം എടുത്ത് നോക്കാം. നമ്മൾ, വി, അതിൻ്റെ കൂടെ പ്ലൂറലിൻ്റെ കൂടെ ആർ ING ഫോമാണ് വരുന്നത്. വെർബിൻ്റെ കൂടെ ING വരും. ആർ വെർബ് പ്ലസ് ING. വി ആർ കമ്മിങ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വരികയാണ്. ആർ യു കമ്മിങ്? നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ വരുവാണോ? നിങ്ങൾ വരുന്നോ? അതൊക്കെ പറയാൻ ആർ യു കമ്മിങ് എന്ന് ഉപയോഗിക്കും. നിങ്ങൾ നാളെ വരുന്നോ എന്നല്ല, നിങ്ങൾ വരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ്. നാളെ വരുന്നോ എന്ന് ചോദിച്ചാൽ വിൽ യു കം എന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ആർ യു കമ്മിങ് ചോദിച്ചാൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ, അല്ല നിങ്ങൾ വരുന്നോ? വി ആർ ഇൻ കമ്മിങ്. നമ്മൾ വരുന്നില്ല, നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നില്ല. വി ആർ ഇൻ കമ്മിങ്. ഇനി നെക്സ്റ്റ് ദേ ഉപയോഗിച്ച്. ദേ എന്ന് പറഞ്ഞാൽ അവർ. അതിലും ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആർ എന്നാണ് ഉപയോഗിക്കുക. ആറിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കും. അപ്പോൾ നോക്ക്, ദേ ആർ കമ്മിങ്. അവർ വരുന്നു, അവർ വന്നുകൊണ്ടിരിക്കുന്നു. ദേ ആർ കമ്മിങ്. അവർ വരുന്നു, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആർ ദേ കമ്മിങ്? അവർ വരുന്നുണ്ടോ? അവർ വന്നുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ കമ്മിങ്? അവർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണോ? നെക്സ്റ്റ്, വൈ ആർ ദേ കമ്മിങ്? അവർ എന്തിനാണ് വരുന്നത്? വൈ ആർ ദേ കമ്മിങ്? അവർ എന്തിനാണ് വരുന്നത്? അവർ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനും അത് തന്നെ ഉപയോഗിക്കുക. വെൻ ആർ ദേ കമ്മിങ്? അവർ എപ്പോഴാണ് വരുന്നത്? വെൻ ആർ ദേ കമ്മിങ്? അവർ എപ്പോഴാണ് വരുന്നത്? ഹൗ ആർ ദേ കമ്മിങ്? അവർ എങ്ങനെയാണ് വരുന്നത്? ഹൗ ആർ ദേ കമ്മിങ്? അവർ എങ്ങനെയാണ് വരുന്നത്? ദേ ആർ ഇൻ കമ്മിങ്. അവർ വരുന്നില്ല. അപ്പോൾ വരുന്നില്ല എന്ന് പറയാം. ദേ ആർ ഇൻ കമ്മിങ്. അവർ വരുന്നില്ല. ഇല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നില്ല. വരുന്നില്ല, നമ്മൾ കൂടുതലും വരുന്നില്ല, അവർ വരുന്നില്ല. ദേ ആർ നോട്ട് കമ്മിങ്. ദേ ആർ നോട്ട് കമ്മിങ് എന്നുള്ളതിൻ്റെ നമ്മൾ സംഭാഷണത്തിൽ പറയുമ്പോൾ ദേ ആർ ഇൻ കമ്മിങ് എന്ന് പറയും. അതിൻ്റെ എഴുതുമ്പോൾ ദേ ആർ നോട്ട് കമ്മിങ് എഴുതും. ദേ ആർ ഇൻ കമ്മിങ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കും. ആർ ഇൻ ദേ കമ്മിങ്? അവർ വരുന്നില്ലേ? ആർ ഇൻ ദേ കമ്മിങ്? അവർ വരുന്നില്ലേ? വൈ ആർ ഇൻ ദേ കമ്മിങ്? അവർ എന്തിനു വരുന്നില്ല? വൈ ആർ ഇൻ ദേ കമ്മിങ്? അവർ എന്തിനു വരുന്നില്ല? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി ഇനിയും മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ ഇനിയും എക്സ്പ്ലനേഷനൊക്കെ തരുന്നതായിരിക്കും. ഇത് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അത് മനസ്സിലാക്കാനുള്ള ചില ട്രിക്സുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ
ഇത് രണ്ടാമത്തെ ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മൂന്നാമത്തെ ഫോർമുല പറയുന്നതായിരിക്കും. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയായിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി കമൻറ്റുകൾ ഇടുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.